है यीशु महान अपना, यह गीत सुनाएंगे. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അല്പസമയം ദൈവസന്നിധി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധനെ പരിശുദ്ധനെ നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കട്ടെ കർത്താവേ. ഒരു അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞാട്ട് കർത്താവേ, ഒരു ബലം ഞങ്ങളുടെ മേൽ കൽപ്പിച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ വിശ്വാസികൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കർത്താവേ ആത്മാവിൽ കണ്ടുകൊണ്ട് കർത്താവെ സഭയായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ കർത്താവേ ആമേൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ വലിയ കൃപ അയച്ചാട് കർത്താവേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. ഞങ്ങളുടെ നടുവിൽ ഒരു ബലഹീനനും കാണുവാൻ അവിടുന്ന് സമ്മതിക്കല്ല കർത്താവേ. ഹല്ലേലൂയ. ജനം ഈ ദിവസങ്ങളൊന്ന് അനുഗ്രഹിക്കപ്പെട്ട് കർത്താവേ, വിശ്വാസത്തിലൊന്ന് ശക്തീകരിക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആരാധനകൾ കൂട്ടായ്മകൾ ജീവിതത്തിൽ കുറയുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് പുറകോട്ട് പോകുന്ന അവസ്ഥ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതെ കർത്താവേ, ഇപ്പോഴത്തെ സാഹചര്യം അറിഞ്ഞ് കർത്താവേ ഹല്ലേലൂയ നിന്റെ ജനമാണ് ഞങ്ങളെ ഒന്ന് സഹായിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നാട്ട്, ആ ദൈവിക സാമീപ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നാട്ട്. ദൈവം എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ വലം കരത്തിൽ ഞങ്ങളെ വിടിവിക്കുവാൻ, ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളെ സൂക്ഷിപ്പാൻ യേശു ഞങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കട്ടെ കർത്താവേ. ആ മുഖം ഞങ്ങൾ കാണട്ടെ കർത്താവേ, ആ ശോഭ ഞങ്ങൾ കാണട്ടെ കർത്താവേ, ആ ബലത്തിൽ ഞങ്ങൾ ബലപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ യേശു ജയവീരനായി ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗിൽ വലിയ ദൈവ സാന്നിധ്യം അയക്കണമേ കർത്താവേ. അടിങ്ങളുടെ മേൽ കൃപ തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തിരുവചനത്തെ പറയുവാനും ട്രാൻസ്ലേറ്റ് ചെയ്യുവാനും അവിടെ ഇടയാക്കിയാട്ട് സ്തോത്ര 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 ഹല്ലേലൂയ. അജിതർ പ്രാർത്ഥിച്ചാട്ട് ഉരാബാല പൗഡാരിക തലറവല വരപക്ഷത്തു ഓരിഖ മരബ ഉഡാരിയ തലറിബന മൗഡേരിക ഥീരിക ലറബദസ. യേശുവേ സ്തോത്രം. യെസ് ഉരാഗതലറബലവരവേ. യെസ് യെസ് ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. യേശുവേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേസ് സ്തോത്രം ആമേൻ ആമേൻ. യേസ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. യെസ് ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. प्रभु यीशु मसीह के नाम की स्तुति हो. एक बार फिर यहाँ पर आए हुए सभी भाई बहनों को प्रभु यीशु मसीह के नाम से नमस्कार करता हूँ. വീണ്ടും തിരുവചനവുമായിട്ട് ദൈവസന്നിധി നമുക്ക് ആയിരിക്കാൻ ദൈവം ഇടയാക്കി കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. और फिर से एक बार परमेश्वर के वचन के साथ यहाँ पर खड़े होने के लिए परमेश्वर ने मेरी सहायता और मदद की, इसलिए धन्यवाद देता हूँ. കൂടുതൽ മുഖവരകളൊന്നും പറയാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ആ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ज़्यादा कुछ ना बताकर पिछले हफ्ते जो आयत पढ़ा उसकी ओर हम बढ़ें. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്. അത് നമുക്ക് വീണ്ടും വായിക്കാം. पिछले हफ्ते जो हमने पढ़ा 1 पत्रस 3 अध्याय से नीचे की ओर हम पढ़ेंगे. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. 3:18-19. पहले पत्रस की किताब 3 अध्याय उसका 18वां अध्याय से नीचे की ओर पढ़ रहा हूँ. इसलिए कि मसीह ने भी अर्थात अधर्मियों के लिए धर्मी ने पापों के कारण एक बार दुख उठाया ताकि हमें परमेश्वर के पास पहुँचाए. वह शरीर के भाव से तो घात किया गया पर आत्मा के भाव से जिलाया गया. उसने जाकर कैदी आत्माओं को भी प्रचार किया जिन्होंने उस बीते समय में आज्ञा ना मानी जब परमेश्वर नूह के दिनों में धीरज धरकर ठहरा रहा और वह जहाज बना रहा था जिसमें बैठकर थोड़े लोग अर्थात 8 पानी के द्वारा बच गए.
കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. पिछले हफ्ते हमने इस बातों के बारे में मनन किया था. ഇന്ന് നമുക്ക് 19ാമത്തെ വാക്യത്തിൽ നിന്ന് ചിന്തിക്കാം. आज हम 19वें आयत की ओर अपना मनन करेंगे. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു വ്യാഖ്യാനിക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു വാക്യമാണ് 19ാമത്തെ വാക്യം എന്ന് പറയുന്നത്. मैंने पिछले हफ्ते बताया कि 19वां आयत उसका व्याख्यान करना काफी मुश्किल है. പലരും പല രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കുന്നതും പഠിപ്പിക്കുന്നതും. कई लोग कई रीति इसको पढ़ाते हैं और उसकी व्याख्या करते हैं. എന്നാൽ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് അഭിഷിക്തന്മാർ വ്യാഖ്യാനിച്ചതുമായ ഒരു വ്യാഖ്യാനം ഇന്ന് തൽക്കാലം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. परमेश्वर के वचन में जिस प्रकार बताया गया उस प्रकार मैं इसका एक व्याख्या करना चाहता हूँ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം ഒരിക്കലും ഒരു പരാജയമല്ലായിരുന്നു. हमारा प्रभु यीशु मसीह ने जो अपना बलिदान क्रूस पर दिया कभी भी पराजित नहीं हुआ है. യേശു ഒരിക്കലും തോറ്റവനല്ല. प्रभु यीशु मसीह कभी भी हार माना हुआ व्यक्ति नहीं था. യേശു ജയവീരനാണ്. यीशु मसीह हमेशा एक जयवीर है. യേശു സകലത്തിന്റെ മേലും ജയമെടുത്ത ദൈവത്തെയാണ്, യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. सभी चीजों को ऊपर जय प्राप्त किया यीशु मसीह की हम आराधना करते हैं. ഒന്ന് യേശു മരണത്തെ ജയിച്ചവനാണ്. पहला प्रभु यीशु मसीह ने मृत्यु के ऊपर जय प्राप्त किया है. മരണത്തിന്റെ മേൽ വിജയം തന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. मृत्यु के ऊपर हमें विजय दिया हुआ है प्रभु यीशु मसीह. മരണത്തിന്റെ എല്ലാ അവസ്ഥകളെയും യേശു മാറ്റി തന്നു. हमारे जीवन में आने वाली सभी प्रकार की मृत्यु की अवस्थाओं को प्रभु यीशु मसीह ने മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കരത്തിലാണ്. मृत्यु और जो पाताल की चाबी हो प्रभु यीशु मसीह के हाथों में. യേശു പിശാചിനെ ജയിക്കുവാനിടയായി തീർന്നു. प्रभु यीशु मसीह ने शैतान को भी हराया. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. उसके बारे में फिर मनन करेंगे. യേശു ലോകത്തെ ജയിച്ചവനാണ്. यीशु मसीह ने इस दुनिया को जीता है. യേശു മരണത്തെ ജയിച്ചവനാണ്. यीशु मसीह ने मृत्यु को विजय प्राप्त किया. യേശു ജയിക്കാത്തതായ ഒരു വിഷയങ്ങളുമില്ല. यीशु मसीह ने जय प्राप्त किया ऐसा कोई विषय नहीं जिसके प्रभु ने जय प्राप्त नहीं किया. ജയവീരനായ യേശുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. जयवीर रूपी प्रभु यीशु मसीह की आराधना आप और मैं करता हूं. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പരാജിതരായി തീരരുത്. इसलिए हमें कभी भी पराजित नहीं होना है. നമ്മൾ പരാജയപ്പെടേണ്ട കാര്യമില്ല. हमें पराजित होने की कोई आवश्यकता नहीं है. ജയവീരനായിരിക്കുന്ന യേശുവിനെ പിതാവാം ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. वो जयवीर यीशु मसीह को प्रभु परमेश्वर ने हमारे लिए दिया है. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയില്ല. यदि प्रभु यीशु मसीह हमारे साथ है तो कभी पराजित नहीं हो सकते. നമ്മെ പരാജയപ്പെടുത്തുവാൻ പിശാച് പലവിധമായിരിക്കുന്ന അടവുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു വരും. हमें पराजित करने के लिए शैतान कई प्रकार की तरकीबें हमारे जीवन में लाता है. എന്നാൽ ഒരിക്കലും നാം പരാജയപ്പെട്ടു കൊടുക്കരുത്. लेकिन हमें कभी भी हार नहीं मानना. നാം കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ മേലും ജയം തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്. हम जिस किसी विषय के बीच में गुजरते हैं उन सब विषय के बीच में हमें जय देने वाला है प्रभु यीशु मसीह. നമ്മളെ സഹായിപ്പാൻ കഴിയാത്ത ഒരു വിഷയവും നമ്മുടെ കർത്താവിനില്ല. हमें सहायता करने से रोकने की कोई भी चीज हमारे जीवन में नहीं है. ഇന്ന് നമ്മൾ ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിന്റെ മേലും ജയം തരുവാൻ യേശു കഴിവുള്ളവനാണ്. आज हम जिस चीज के लिए भी डरते हैं या फिर भार लेते हैं उस सभी विषय को प्रभु यीशु मसीह हमें जय देने वाला है. ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്നെങ്കിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. यदि हमारे जीवन में ऐसा कोई विषय जो हमारे लिए एक टेंशन की अवस्था है वो सब प्रभु यीशु मसीह के हाथों में सौंप. ദൈവം തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. प्रभु यीशु मसीह अपने लोगों की प्रार्थना सुनने वाला परमेश्वर है. ആ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥയണയ്ക്കുകയാണ്. प्रभु परमेश्वर के दाहिनी तरफ हमारे लिए प्रभु यीशु मसीह मध्यस्थता कर रहा है. ഒന്നുകൊണ്ടും ഭാരപ്പെടരുത്. किसी भी चीज के लिए हम घबराए नहीं. ഒന്നുകൊണ്ടും നിരാശപ്പെടരുത്. किसी भी चीज से निराश ഈ ना हो. ലോക ജീവിതം കഴിയുവോളം നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. जब तक हम इस दुनिया में तब तक प्रभु यीशु मसीह हमारे साथ है. നമ്മുടെ സകല ആവശ്യങ്ങളും നിവർത്തിച്ചു തരുവാൻ, सभी हमारी आवश्यकता को पूरा करने के लिए, നാം ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ വിടുതലുകളെ അയക്കുവാൻ, जिस हमारे जीवन में जो भी चीजें उससे जिससे भयभीत होते हैं उन सब चीजों से बचाने के लिए, നാം ഭാരപ്പെടുന്ന ഏത് വിഷയമാണെങ്കിലും യേശു നമ്മെ സഹായിക്കും. നമ്മളത് വിശ്വസിക്കുക. जिसकी चीज से हम डरते हैं उन सब चीजों के बीच में प्रभु यीशु मसीह हमारे साथ है, ऐसा हम विश्वास करें. എപ്പോഴും ഹൃദയത്തിൽ ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം, എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്. हमेशा हमारे जीवन में यही निश्चय होना चाहिए कि प्रभु यीशु मसीह हमारे साथ है. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജയത്തോടുകൂടി ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. इसलिए हमें जय के साथ हमेशा एक ही दिन आगे बढ़े. അത് സങ്കീർത്തനക്കാരൻ പ്രകാരം പറയുന്നു, भजन लिखने वाला इस प्रकार कहता है, സത്യനിമിത്തം ഉയർത്തേണ്ടത് എൻ്റെ ഭക്തന്മാർക്കൊരു കൊടി നൽകിയിരിക്കുകയാണ്. സച്ചായിക്കാരൻ ആ സത്യനിമിത്തം ഉയർത്തേണ്ടതിന് ഭക്തന്മാരുടെ കയ്യിൽ ദൈവം ഒരു കൊടി കൊടുത്തിട്ടുണ്ട്. सच्चाई के निमित्त जय प्राप्त करने के लिए प्रभु यीशु मसीह ने एक झंडा भक्तों के हाथ में दिया है. ഈ കൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ये झंडे का मतलब है प्रभु यीशु मसीह.
നമ്മുടെ കൊടി ശത്രുവിന്റെ പാളയത്തിൽ അത് പാറിപ്പറക്കട്ടെ. जो हमारा झंडा है वो शत्रुओं के बीच में उड़े. ദൈവമക്കളെ, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. प्रभु यीशु मसीह हमारे साथ है. ഞാൻ പറഞ്ഞു, കർത്താവ് സകലത്തിന്റെ മേലും ജയമെടുത്തവനാണ്. जिस प्रकार मैंने कहा प्रभु यीशु मसीह सभी चीजों के ऊपर जय प्राप्त किया. കർത്താവ് പിശാചിന്റെ മേൽ ജയമെടുത്തവനാണ്. प्रभु यीशु मसीह ने शैतान के ऊपर जय प्राप्त किया. നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം, हम एक आयत पढ़े कोलोस्यों की किताब, 2-ാമത്തെ അധ്യായം, कोलोस्यों की किताब 2वां अध्याय, അതിന്റെ 14-15 വാക്യങ്ങൾ. കൊലോസ്യർ 2:14-15 വാക്യങ്ങൾ. कोलोस्यों 2 उसका 14 തൊട്ട് നമ്മൾ നോക്കുമ്പോൾ, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്തു മായ്ച്ച് കുരിശിൽ തരച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. कोलोस्यों किताब 2 अध्याय उसका 13वां आयत से लेकर 15वां आयत की ओर हम पढ़ेंगे. और उसने तुम्हें भी जो अपने अपराधों और अपने शरीर की खतना रहित दशा में मुर्दा थे उसके साथ जलाए और हमारे सब अपराधों को क्षमा किया और विधियों का वह लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला और उसको क्रूस पर कीलों से जड़कर सामने से हटा दिया. और उसने प्रधानता और अधिकारियों को अपने ऊपर से उतार कर उनका खुल्लम खुल्ला तमाशा बनाया. क्रूस कर उन पर जय जयकार की ध्वनि सुनाई दिया. ഇവിടെ യേശു ജയമെടുത്ത 3 വിഷയങ്ങളെ കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. यहाँ पर प्रभु यीशु मसीह ने जिन 3 चीजों को जय प्राप्त की उसके बारे में बताया गया. ഒന്നും കൂടെ പറയാം, നമുക്ക് ജയം നേടിത്തന്ന 3 കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. हमें जिस 3 चीजों को जय दिलाया गया उसके बारे में बताया गया है. ഒന്ന്, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. പാപം, वहाँ पर लिखा हुआ है हमारे विधियों का लेख जो हमारे पाप था वो हमसे क्षमा किया. പാപം നിമിത്തം നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. पाप के कारण हम प्रभु परमेश्वर के करीब नहीं जा सकते. പാപം നിമിത്തമാണ് നമ്മൾ ദൈവത്തിൽ നകന്നു പോയത്. पाप के कारण ही हम प्रभु परमेश्वर से दूर हो गए. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് കാൽവറിയിൽ മരിച്ചപ്പോൾ, लेकिन प्रभु यीशु मसीह दुनिया में आकर जब कालवरी पर बलिदान हुआ, അത് പാപത്തിന് പരിഹാരമുണ്ടായെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. पाप का एक हल निकला ऐसा वचन बताता है. ആ ന്യായപ്രമാണപ്രകാരം ചിന്തിക്കുമ്പോൾ, न्यायों की किताब में जब हम देखते हैं, അത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരെ രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ പോക്കുവാൻ കഴിയത്തില്ല. ബേലോർ ബക്രിക്ക, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ പോക്കുവാൻ കഴിയത്തില്ലെന്ന് എബ്രായ ലേഖനത്തിൽ इब्रान किताब में लिखा है कि बेल और बकरियों की जो लहू के द्वारा मनुष्य का पाप नहीं धुल सकता. എബ്രായ ലേഖനം 9-10 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ, इब्रानी किताब 9-10 आयत में इस प्रकार लिखा है, യേശു തന്റെ സ്വന്തം ശരീരത്തിൽ കൂടി, यीशु मसीह ने अपने खुद का शरीर के द्वारा, അല്ല തന്റെ സ്വന്തം ശരീരം കാൽവറിയിൽ തകർത്തുകൊണ്ട് अपने खुद का शरीर कालवरी पर नाश करने के बाद എന്നേക്കുമുള്ള പാപത്തിന് പരിഹാരം യേശു ഉണ്ടാക്കുവാനിടയായി തീർന്നു. हमेशा के लिए पाप को छुटकारा हमारे लिए प्रभु यीशु मसीह. യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, प्रभु यीशु मसीह के प्रति कोई व्यक्ति विश्वास करता है तो അവന്റെ പാപത്തിന് പരിഹാരം വരികയാണ്. उस पाप का एक छुटकारा मिलता है. ഈ മാധ്യമയിൽ കൂടി ഞങ്ങളെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, यदि इस माध्यम के द्वारा कोई प्रभु यीशु मसीह को अपना रक्षकर्ता मानता है तो നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ നിങ്ങളുടെ യാതൊരു പുണ്യപ്രവർത്തിക്കും കൊണ്ടും കഴിയത്തില്ല. तो तुम्हारे पाप से छुटकारे के लिए कोई भी आपके पुण्य जो काम है उसके द्वारा नहीं हो सकता. പാപത്തിനു വേണ്ടി മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. अभी हम जिस दुनिया में जी रहे हैं इसमें मनुष्य पाप छुटकारे के लिए कई प्रकार के काम करता है. എന്നാൽ യേശുവിന്റെ തിരുവചനം വിളിച്ചു പറയുന്നു, പാപത്തിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. लेकिन परमेश्वर का वचन इस प्रकार कहता है कि पाप से छुटकारा सिर्फ प्रभु यीशु मसीह है. യേശുവേ ഞാനൊരു പാപിയെന്ന് സമ്മതിച്ചുകൊണ്ട് പാപത്തെ യേശുവിനോട് ഏറ്റുപറയുമ്പോൾ യേശുവിന്റെ രക്തത്താൽ പാപം കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാനിടയായി തീരും. यदि मैं खुद ये मान लूं कि मैं पापी हूं, ऐसा अंगीकार करके यदि प्रभु यीशु मसीह के सामने अपने आप को रखता है तो प्रभु यीशु അപ്പോൾ യേശു പാപം നമ്മളോട് ക്ഷമിച്ചു. तब प्रभु यीशु मसीह पाप हमको हमारे पाप को क्षमा करेगा. ദൈവമക്കളാരും പാപികളല്ല. इसलिए प्रभु परमेश्वर कोई भी लोग पापी नहीं है. ഈ പാപം ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് തടസ്സമായി നിന്നു. ये पाप जो है प्रभु परमेश्वर के पास जाने के लिए एक पाप के द्वारा परमेश्वर के पास नहीं जा पा रहे. ഈ തടസ്സത്തെ ദൈവം മാറ്റി തന്നു. ये जो बाधा है प्रभु यीशु मसीह ने हमसे दूर किया. രണ്ടാമതോടെ എഴുതിയിരിക്കുന്നു, ചട്ടങ്ങൾ എന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തെ കുറിച്ചാണ്. ചട്ടങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യവസ്ഥ.
यहाँ पर जो लिखा है व्यवस्था के बारे में लिखा हुआ है, ആ ചട്ടങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നു. यहाँ पर लिखा है विधिया और लेखा जो हमारे नाम पर और हमारे विरोध में था, ആ നമുക്ക് വിരോധമായി നിന്ന ആ ന്യായപ്രമാണത്തിന്റെ കയ്യെഴുത്തിനെ കർത്താവ് മായ്ച്ചെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. हमारे विरोध में जो व्यवस्था लिखा था प्रभु यीशु मसीह ने वो मिटा डाला, ऐसा लिखा हुआ है। ആ ന്യായപ്രമാണമെന്ന് പറയുന്നത് ആ അതനുസരിക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. व्यवस्था जो बताते हैं कि उस व्यवस्था को मनुष्य नहीं मान सकता। ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ലെന്ന് ഗലാത്യ ലേഖനത്തിൽ കാണുവാൻ കഴിയും. गलातियों किताब में लिखा कि व्यवस्था के अनुसार कोई भी मनुष्य को शुद्ध या अशुद्ध नहीं ठहरा जा सकता। ആ ന്യായപ്രമാണ പ്രകാരം നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയത്തില്ല, നമ്മൾ പാപികളാണ്. व्यवस्था के अनुसार हम परमेश्वर के पास नहीं जा सकते, हम लोग पापी है। ഞാൻ പറഞ്ഞു ന്യായപ്രമാണം അനുസരിക്കുവാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. मेरे कहने मतलब है कि जो परमेश्वर व्यवस्था है वो कोई भी मनुष्य को उसको पूरा नहीं करता। കാരണം എന്തെന്ന് ചോദിച്ചാൽ उसका कारण ये है 99 ന്യായപ്രമാണം നിവർത്തിച്ചു കഴിഞ്ഞിട്ട് 99 व्यवस्था पूरा होने के पश्चात ഒന്ന് തെറ്റിച്ചാൽ അവൻ സകലതും തെറ്റിച്ചെന്നാണ് एक എഴുതിയിരിക്കുന്നത്. भी व्यवस्था को मनुष्य ने गलत कर दिया, इसका मतलब है कि बाकी 99 व्यवस्था भी उसने गलत कर दी। ന്യായപ്രമാണം എന്ന് പറയുന്നത് മനുഷ്യനൊരു ശാപമാണ്. जो व्यवस्था है उसको बताते हैं मनुष्य के लिए एक शाप है। ആ ന്യായപ്രമാണം അനുസരിക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. वो व्यवस्था को पूरा करना किसी भी मनुष्य के बस की बात नहीं। അത് മാത്രമല്ല, ന്യായപ്രമാണം നിൽക്കുന്നിടത്തോളം കാലം ये भी नहीं, जब तक ये व्यवस्था है तब तक വിശ്വാസത്താലുള്ള നീതീകരണം നമുക്ക് ലഭിക്കത്തില്ല. विश्वास का एक जो विश्वास की एक नीति है वो हमें प्राप्त नहीं हो सकती। അതുമല്ല, ജാതികളായ നമുക്ക് ന്യായപ്രമാണത്തിൽ കൂടെ രക്ഷപ്പെടുവാൻ മാർഗങ്ങളില്ല. इसलिए मनुष्य रूपी हम लोगों को इस व्यवस्था के द्वारा हम रक्षा नहीं प्राप्त कर सकते। അതുകൊണ്ട് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി इसलिए अपने आप को हमें परमेश्वर के और करीब लाने के लिए എഫേസ്യ ലേഖനം 2:14 വാക്യങ്ങളും വായിക്കുമ്പോൾ एफेसुस किताब 2 अध्याय उसका 14 आयत पढ़े तो ന്യായപ്രമാണം എന്ന മതിലിനെ യേശുവിന്റെ കാൽവറി യാഗത്താൽ അതിനെ ഇടിച്ചു കളയുവാനിടയായി തീർന്നു. वहाँ पर लिखा व्यवस्था रूपी जो दीवार थी प्रभु यीशु मसीह ने वो उसको हटा दिया। ഇവിടെ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തെ യേശു മായ്ച്ചു കളഞ്ഞെന്ന്. वहाँ पर लिखा हुआ है जो व्यवस्था थी उसको प्रभु यीशु मसीह ने मिटा डाला। എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ എല്ലാ കൽപ്പനകളെയും അല്ല യേശു മായ്ച്ചു കളഞ്ഞത്. इसका मतलब ये नहीं कि व्यवस्था का जो सभी लेके उसको प्रभु ने हटा दिया है। ന്യായപ്രമാണത്തിൽ നമ്മൾ അനുസരിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. व्यवस्था का जो कुछ लेके जो हमें मानना है वो अभी भी है। അത് പുറപ്പാട് 20:2 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. वो हम निर्गमन किताब 2 अध्याय 14 आयत से नीचे को पढ़ सकते हैं। അവിടെ 10 കൽപ്പന അത് ഏത് മനുഷ്യനും ഏത് കാലഘട്ടത്തിലും അനുസരിക്കുവാനുള്ളതാണ്. और वहाँ पर जो 10 आज्ञा लिखी है वो किसी भी समय हर एक मनुष्य को मानना जरूरी है। അപ്പോൾ ന്യായപ്രമാണത്തെ മായ്ച്ചു കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ अब उस जो व्यवस्था है उसको मिटा दिया, इसका मतलब അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് उसका अर्थ बताया था। നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ വിരോധമായി നിന്ന ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ യേശു മായ്ച്ചു കളഞ്ഞു. हमें प्रभु परमेश्वर के और अधिक करीब जाने के लिए जो व्यवस्था रोकती थी उस व्यवस्था को प्रभु यीशु मसीह ने मिटा ആ डाला। 10 കൽപ്പനയിൽ 9 എണ്ണം നാം ഇപ്പോഴും അനുസരിച്ചേ മതിയാകത്തുള്ളൂ. वो जो 10 आज्ञा लिखी है उसमें से 9 आज्ञाओं को अभी भी हमें मानना ही पड़ेगा। ഒന്നാമത്തെ കൽപ്പനയും ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. पहली जो कल्पना लिखी है वो है कि मेरे अलावा आपका कोई दूसरा परमेश्वर नहीं നമ്മുടെ है। കർത്താവല്ലാതെ വേറെ ദൈവമില്ല. हमारा प्रभु यीशु मसीह के अलावा कोई दूसरा परमेश्वर നമ്മുടെ नहीं है। കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. हम अपने प्रभु यीशु मसीह की सिर्फ आराधना करें। ദൂതന്മാരെയോ പുണ്യവാളന്മാരെയോ മറ്റാരെയും ആരാധിക്കുവാൻ നമുക്ക് അനുവാദമില്ല. किसी भी स्वर्गदूत या संत की आराधना करने की हमें आज्ञा नहीं है। ഞാൻ അല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് ഇസ്രായേലിന് കൊടുത്ത കൽപ്പനയായിരിക്കുമ്പോൾ मेरे अलावा कोई भी परमेश्वर तेरे लिए नहीं है, ऐसा जो आज्ञा इस्राएल को दे दिया जाए। ഇത് നമ്മളോടുമുള്ള കൽപ്പനയാണ്. ये कल्पना हमारे लिए भी है। അപ്പോൾ ഏത് വിഷയമുണ്ടെങ്കിലും ഏത് ആവശ്യമുണ്ടെങ്കിലും യേശുവിനോട് മാത്രമേ പറയാവൂ. इस बीच में जब कोई भी आवश्यकता हमारे बीच में है तब उस आवश्यकता के बारे में प्रभु यीशु मसीह से ही हम कहें। രണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. मूर्तियों को नहीं बनाना। അത് ഏത് കാലത്തിലുമുള്ള ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ പ്രമാണമാണ്. वो किसी भी समय प्रभु परमेश्वर अपने लोगों के लिए दिया हुआ एक आज्ञा है। ഇസ്രായേലിന്റെ നടുവിൽ ദൈവകോപം വെളിപ്പെടുവാൻ കാരണമായി തീർന്നത് इस्राएलियों के बीच में प्रभु परमेश्वर को जो गुस्सा आने का कारण, क्रोध आने का कारण, ദൈവം അവരെ തള്ളിക്കളയുവാൻ കാരണമായി തീർന്നത് परमेश्वर ने जो इस्राएली लोगों को दूर हटाने का അവർ कारण ജീവനുള്ള ദൈവ
ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് उन्होंने जीवित प्रभु यीशु मसीह को हटाकर അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുവാൻ ഇടയായി തീർന്നു. इसराइली लोगों ने मूर्ति को बनाकर उसकी पूजा करना आरंभ कर ദൈവം दिया। വെറുക്കുന്ന ഏറ്റവും വലിയ പാപമാണ് വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്. प्रभु परमेश्वर कहता है कि सबसे बड़ा पाप है मूर्ति पूजा करना। ആ ആകാശത്തിന്റെ കീഴിൽ, आकाश के नीचे, ആ ഭൂമിയുടെ മുകളിൽ, इस भूमि के ऊपर, സമുദ്രത്തിലെങ്കിലോ समुद्र के बीच में യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കുവാൻ പാടില്ല. किसी भी चीज की मूर्ति बनाना या उसकी आराधना करना नहीं चाहिए। ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. आराधना के योग्य सिर्फ हमारा प्रभु यीशु मसीह है। അതുകൊണ്ട് കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. इसलिए हमें प्रभु यीशु मसीह की ही आराधना करना है। അടുത്ത് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്. परमेश्वर का नाम व्यर्थ ना वहाँ पर लें। जो तीसरी आज्ञा ले आया उसका मतलब इस वहाँ पर लिखा हुआ है कि हमारे प्रभु परमेश्वर का नाम हम व्यर्थ ना लें। ആ കർത്താവിന്റെ നാമം വെറുതെ എടുക്കരുത്, വൃഥാ എടുക്കരുത്. प्रभु परमेश्वर का नाम व्यर्थ ना ले। അടുത്തത് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. अलग आगे लिखा है वो शपथ के दिनों को शुद्ध करने के बारे में लिखा है। അത് ശബത്ത് നാളിനെ നമുക്ക് ആചരിക്കേണ്ട കാര്യമില്ല. शपथ की जो बातें उससे हमें मानने की आवश्यकता नहीं है। ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് ഇറങ്ങുന്നില്ല. मैं ज्यादा उस बातों की ओर नहीं जाना चाहता। അതെ, ശബത്തിന്റെ കർത്താവാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. शपथ का प्रभु यीशु मसीह है हमारा यीशु मसीह। ആറെന്ന് പറയുന്ന അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. जो आगे के जो आज्ञा लिखा है वहाँ पर लिखा है अपने माता और पिता का आदर करना। ഇന്ന് മാതാപിതാക്കളന്മാരെ അനുസരിക്കാതിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. अभी हम जब रहते हैं इस समय में बहुत से लोग ऐसे जो अपनी माता पिता की आज्ञा का पालन नहीं करते। ന്യായപ്രമാണം പറയുന്ന അപ്പനെയും അമ്മയെ അനുസരിക്കാത്തവനെ കൊന്നുകളയണം, കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ന്യായപ്രമാണം പറയുന്നത്. व्यवस्था यहाँ पर लिखता है कि जो अपने माता पिता की आज्ञा ना माने उनको पत्थर मार कर मार डाला जाए। അടുത്തത് കുല ചെയ്യരുത്. आगे वहाँ पर लिखा हुआ है कि हत्या ना करना। കൊല ചെയ്യരുത്. हत्या ना करना। അടുത്ത വ്യഭിചാരം ചെയ്യരുത്. उसके बाद आगे जो आज्ञा लिखी हुई है उसका मतलब व्यभिचार ना करना। മോഷ്ടിക്കരുത്. चोरी ना करना। അതേ, മോഹിക്കരുത്. प्रेम नहीं करना। ദൈവമക്കൾ, അപ്പോൾ ഈ കൽപ്പനകളൊക്കെ നാം ഇന്നും അനുസരിച്ചേ മതിയാകത്തുള്ളൂ. ये जो आज्ञा है हमें अभी भी इसका पालन करना है। അപ്പോൾ ന്യായപ്രമാണം നമ്മെ ദൈവത്തോട് ഒരിക്കലും അടുപ്പിക്കുന്നില്ല. तो व्यवस्था हमें कभी भी प्रभु यीशु मसीह प्रभु परमेश्वर करीब नहीं लाती। ന്യായപ്രമാണത്തിൽ കൂടെ നമുക്ക് നീതീകരണം ഒരിക്കലും ലഭിക്കത്തില്ല. इस व्यवस्था से हमें कभी भी इसका ശുദ്ധ इस व्यवस्था से कभी भी हम शुद्ध नहीं होते। അതുകൊണ്ട് ന്യായപ്രമാണത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി. इसलिए व्यवस्था को प्रभु यीशु मसीह ने हमारे बीच में से हटा दिया। അടുത്ത് എഴുതിയിരിക്കുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. उसके बाद जो अगला लिखा हुआ है उसने प्रधानता और अधिकारों को अपने ऊपर से उतार कर उनका खुल्लम खुल्लम तमाशा बनाया। ഈ വാഴ്ചകൾ അധികാരം എന്ന് പറയുമ്പോൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. इसके बारे में एफेसो किताब में हम ज्यादा पढ़ सकते हैं। ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ലെങ്കിൽ 6:10 തൊട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ एफेसो किताब जो 6वां अध्याय से नीचे की ओर हम पढ़ेंगे तो പിശാചിന്റെ 4 കൂട്ടരെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. वहाँ शैतान के 4 चीजों के बारे में बताया। ഇവരെ എല്ലാവരെയും യേശു കാൽവറിയിൽ തോൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. ये इन सभी को प्रभु यीशु मसीह ने उस कालवरी पर हरा दिया। അത് കാൽവറിയിൽ കർത്താവ് പിശാചിന്റെ തലയെ തകർത്ത് കളഞ്ഞു. कालवरी पर प्रभु यीशु मसीह ने शैतान के सर को कुचल दिया। ഇത് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ഒരു പ്രവചനത്തിന്റെ നിവർത്തിയും കൂടാണ്. ये उत्पत्ति किताब में जो एक प्रवचन लिखा है उसका पूरा होना भी है। ആ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. वहाँ पर इस प्रकार लिखा है कि जो स्त्री से पैदा हुआ मनुष्य है वो सांप का सिर को कुचल देगा। അപ്പോൾ സർപ്പം യേശുവിന്റെ കുതികാല് തകർക്കും, കാല് തകർക്കും. जो सांप है वो मनुष्य के पैरों को काटेगा। തകർന്ന കാലുകൊണ്ട് യേശു എന്താണ് ചെയ്തത്? പിശാചിന്റെ തലയെ തകർത്ത് കളഞ്ഞു. उस काटे हुए पैर से प्रभु यीशु मसीह ने क्या किया? उस शैतान के सर को कुचल दिया। എന്ന് പറഞ്ഞ പിശാചിന്റെ ബലത്തെ ദൈവം ബലഹീനമാക്കി. इसका कहने मतलब कि जो शैतान की ताकत है उसको प्रभु यीशु मसीह ने बलहीन कर दिया। അവന്റെ കയ്യിൽ നിന്ന് എല്ലാ ആയുധങ്ങളെയും യേശു എടുത്തു മാറ്റി. प्रभु यीशु मसीह ने शैतान के हाथ से सभी चीजों को अपने ऊपर ले लिया। അതെ, എബ്രായർ ലേഖനം 2:14 എഴുതിയിരിക്കുന്നു. इब्रानी किताब 2 अध्याय 14 आयत में लिखा हुआ है, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മരണം കൊണ്ട് യേശു മാറ്റി.
मृत्यु का अधिकारी जो शैतान था उसको प्रभु यीशु मसीह ने मृत्यु दे दिया। ആ അടിമകളായി പിശാചിന്റെ അടിമകളായിരുന്ന എല്ലാ മാനവ ജാതികളെയും യേശു വിടുവിച്ചു. शैतान के बंधन में जो भी लोग थे प्रभु यीशु मसीह ने उन सबसे उनको छुटकारा दे दिया। ആ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ सुसमाचार जब हम पढ़ते हैं, ബലവാനായ പിശാചിനെ ദൈവം പിടിച്ചുകെട്ടി. बलवान जो शैतान था उसको प्रभु यीशु मसीह ने बांध दिया। ബലവാനെ പിടിച്ചുകെട്ടിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് ഒന്നും എടുക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. वहाँ पर प्रभु यीशु मसीह लिखा है जब तक शैतान को बांधे नहीं तब तक उसके घर से कुछ नहीं ले അത് सकते। നമ്മൾ സുവിശേഷപരമായി ചിന്തിക്കുമ്പോൾ जब हम सुसमाचार में पढ़ते हैं तो ബലവാൻ എന്ന് പറയുന്നത് പിശാചാണ്. एक बलवान मतलब एक शैतान है। അഥവാ പിശാചിനെ ബലവാനെ തോൽപ്പിക്കണമെങ്കിൽ അതിലും ബലമുള്ളവൻ വരണം. उस बलवान शैतान को हराने के लिए उससे भी ज्यादा बलवान व्यक्ति बनना जरूरी है। നമ്മുടെ കർത്താവ് ബലവാനായിട്ട് ലോകത്തിലേക്ക് വന്നു. हमारा प्रभु यीशु मसीह बलवान के रूप में इस दुनिया पर आया। പിശാചിന്റെ രാജ്യത്തിലേക്ക് കടന്ന് उस शैतान के बीच में जाकर ഇരുട്ടിന്റെ അധികാരിയായ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് अंधकार के ऊपर जिसका जय था उस शैतान के बीच में खड़े होकर മാനവ ജാതികളെ വിടുവിച്ചു. मानव जाति को प्रभु यीशु मसीह ने छुटकारा दिया। ആ പിശാചിന്റെ ബലത്തെ ദൈവം ബലഹീനമാക്കി കളഞ്ഞു. वो शैतान का जो बल था प्रभु यीशु मसीह ने उसको बलहीन कर दिया। അപ്പോൾ പിശാച് ഇപ്പോൾ ബലമില്ലാത്തവനാണ്. अभी शैतान जो है वो बलहीन है। പിശാച് ബലഹീനനാണ്. शैतान बलहीन है, അതുകൊണ്ട് പിശാചിനെ നാം ഭയപ്പെടരുത്. इसलिए शैतान से हम कभी डरे ഇന്ന് नहीं। അനേർക്ക് ദൈവത്തെക്കാളും ഭയം പിശാചിനെയാണ്. लेकिन अभी जो बहुत से लोग उनको परमेश्वर से ज्यादा शैतान से डर लगता है। വചനം പറയുന്നു പിശാചിന്റെ മേൽ ദൈവം നമുക്ക് ജയം തന്നിരിക്കുകയാണ്. वचन लिखता है उस शैतान के ऊपर प्रभु यीशु मसीह ने हमें जय दिया। ആ പിശാചിന്റെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയാണെന്ന് എഴുതിയിരിക്കുന്നത്. वहाँ पर लिखा हुआ हम परमेश्वर ने जब शैतान के ऊपर जय दिया हम उसका उत्सव बनाए। പിശാചിന് ദൈവമക്കളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. परमेश्वर के लोगों शैतान को कुछ नहीं कर सकते। യേശുവിന്റെ രക്തത്താൽ നമ്മളെ പൊതിഞ്ഞ് മുദ്രയിട്ടിരിക്കുകയാണ്. प्रभु यीशु मसीह ने अपने लहू से हमें छुपा कर रखा हुआ। യേശു നമ്മ ജയവീരനായി യേശു നമ്മോട് കൂടെയുണ്ട്. वो जयवीर प्रभु यीशु मसीह हमारे साथ है। സകല പൈശാചിക മണ്ഡലങ്ങൾ മേലും ജയം തന്നവനാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. सभी शैतानी ताकतों के ऊपर जय देने वाला है हमारा प्रभु यीशु मसीह। അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂസിൽ കർത്താവിന്റെ മരണം ഒരിക്കലും ഒരു പരാജയമല്ലായിരുന്നു. क्रूस पर प्रभु यीशु मसीह का जो बलिदान है वो कभी भी पराजय नहीं था। ആ യേശു കാൽവരി ക്രൂസിൽ എന്താണ് ചെയ്തത്? प्रभु यीशु मसीह ने उस काल्वरी क्रूस पर क्या किया? ഞാൻ പറഞ്ഞ വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധം വർഗം വെപ്പിച്ചു. അവയുടെ മേൽ യേശു ജയം കൊണ്ടാടുവാനിടയായി തീർന്നു പിശാചിന്റെ മേൽ. पिशाच के ऊपर प्रभु यीशु मसीह ने जय दिया। ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. अब हमने जो वाक्य पढ़ा उसको हम जाएंगे। ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചാട്ടെ. वहाँ पर लिखा हुआ है പത്രോസിന് 1 പത്രോസ് 3:19 വാക്യം. पहला पत्रस की किताब 3 अध्याय उसका 19 आयत में लिखा हुआ है। 18 അവസാനം തൊട്ട് വായിക്കും. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. 18वां ऐसा पढ़ेंगे, इसलिए कि मसीह ने भी अर्थात अधर्मियों के लिए धर्मी ने पाप के कारण एक बार दुख उठाया ताकि हमें परमेश्वर के पास पहुंचा है। वह शरीर के भाव से तो घात किया गया पर आत्मा के भाव से जलाया गया। उसी में उसने जाकर कैदी आत्मा को भी प्रचार किया। ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് इस वाक्य का अर्थ बताए तो യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ जब यीशु मसीह कालवरी पर बलिदान हुआ, അത് യേശുവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞ് प्रभु यीशु मसीह के मृत्यु के पश्चात യേശുവിന്റെ ശവശരീരം കല്ലറയിൽ ഇരിക്കുമ്പോൾ जब प्रभु यीशु मसीह का शरीर उस कफन में था, അല്ലെങ്കിൽ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ अर्थात प्रभु यीशु मसीह का ആത്മാവിൽ അവൻ അധോലോകങ്ങളിലേക്ക് ഇറങ്ങിയെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. वहाँ पर लिखा है कि आत्मा में प्रभु यीशु मसीह अधोलोक में उतर गया। സങ്കീർത്തനം 68:18, भजन संहिता 68 का 18वां, എഫേസ്യർ 4:8-9 വാക്യങ്ങൾ കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ इफिसियों की किताब 4 अध्याय उसका 8वां 9वां अध्याय पढ़े तो യേശു അധോലോകങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് എഴുതിയിരിക്കുന്നു. वहाँ पर लिखा प्रभु यीशु मसीह जो अधोलोक में उतर गया, ऐसा लिखा हुआ है। അധോലോകം എന്ന് പറയുന്നത് ഭൂമിക്കടിയിലുള്ള സ്ഥലമാണ്. അധോലോകം എന്ന് പറയുന്നത് अधोलोक का मतलब भूमि से नीचे की जो जगह है वो। അധോലോകം എന്ന് പറയുന്നിടത്ത് ഒരുപാട് പല വിധത്തിലുള്ള ഇടങ്ങളുണ്ട്. अधोलोक मतलब कि कई भूमि के नीचे कई प्रकार की जगह है। നമ്മൾ വായിച്ച വാക്യത്തോടുള്ള ബന്ധത്തിൽ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. लेकिन हम जो पढ़े हुआ है आयत के में देखा है तो उसको 3 भागों में विभाजित അല്ലെങ്കിൽ कर सकते 3 പാതാളങ്ങളെ കുറിച്ച് ചിന്തിക്കാം. हैं। वहाँ पर 3 चीजों के बारे में हम चिंता करें। അപ്പോൾ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ जब यीशु मसीह मरा उसके पश्चात ആത്മാവിൽ ജീവിക്കപ്പെട്ട് യേശു അധോലോകങ്ങളിലേക്ക് ഇറങ്ങി. आत्मा में जीवित प्रभु यीशु मसीह अधोलोक में उतर गया। അധോലോകത്തിലെ 3 പാതാളത്തെ കുറിച്ച് അല്പമായി ചിന്തിക്കാം. अधोलोक में जो 3 पाताल के बारे में बताया गया है। ഒന്നാമത്തെ പാതാളം എന്ന് പറയുന്നത് पहला पाताल बताए तो ഏറ്റവും
മുകളിലുള്ള പാതാളം. पहला पाताल जो एकदम सबसे ऊपर है, ഇതിനാണ് പാതാള പറുദീസ എന്ന് പറയുന്നത്. इसको बोलते हैं पाताल मदरुसी. അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി എന്ന് യഹൂദന്മാർ ഇതിനെ വിളിച്ചിരുന്നു. यहूदी लोग जो कहते हैं वो अब्राहम की गोद. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ മരിച്ച് അടക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഒന്നാമത്തെ പാതാള പറുദീസ. अर्थात जो पुराने नियम में लिखा हुआ, जो वहाँ के जो संत लोगों के बारे में लिखा, उनका जो मरने के पश्चात जो दफना ഈ പഴയ നിയമ ന്യായപ്രമാണം എന്ന് പറയുന്നത് जो पुराना नियम जो व्यवस्था है उसको बताया, യോഹന്നാൻ സ്നാപകൻ വരെ എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. वचन लिखता है यूहन्ना 32 मत आता है. ന്യായപ്രമാണത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. व्यवस्था का जो आखिरी समय था बताते हैं हमारे प्रभु यीशु मसीह के आने के समय था. പാതാള പറുദീസയിൽ അവസാനം പോയ വ്യക്തി എന്ന് പറയുന്നത് ക്രൂശിലെ ഒരു കള്ളനാണ്. जो पाताल के पहले पाताल में गया, वहां पर जो गया लास्ट व्यक्ति है वो क्रूस पर चढ़ाया गया एक चोर है. കള്ളൻ യേശുവിനോട് പറയുന്നുണ്ട്, वो जो चोर है वो प्रभु यीशु मसीह से നീ कहता है, രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. वो इस प्रकार कहता है कि जब आप राजस्व प्राप्त करें तब मुझे भी याद करना. അപ്പോൾ യേശു അവനോട് പറയുന്ന ഒരു കാര്യമാണ്, तब प्रभु यीशु मसीह एक बात उस चोर से നീ कहता है, ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. वहां पर इस प्रकार लिखा है कि प्रभु यीशु मसीह उस चोर से इस प्रकार कहता है कि आज तू इस वक्त से मेरे साथ रहेगा. അതാണ് ഈ പാതാള പറുദീസ എന്ന് പറയുന്നത്. उसी को इस पाताल की जो अवस्था सो कहते हैं. ലാസറിന്റെ ധനവാന്റെ കഥയോടുള്ള ബന്ധത്തിൽ ലാസർ പോയ ഇടമാണ് ഈ പറുദീസ എന്ന് പറയുന്നത്. परदेसी का मतलब है जब ये लाजर जब धनवान യേശുക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനിടയായി തീർന്നു. प्रभु यीशु मसीह जो पाताल में उतर गया. പഴയ നിയമ വിശുദ്ധന്മാർ ആത്മാക്കൾ വസിക്കുന്നിടമാണ് ഒന്നാമത്തെ പാതാളം എന്ന് പറയുന്നത്. पहला जो पाताल बताते हैं वो पुराना जो नियम लिखा है उसके संत लोगों के बारे में बताते हैं. എന്നാൽ യേശു വീണ്ടും താഴോട്ട് ഇറങ്ങി. लेकिन प्रभु यीशु मसीह उससे और നടുക്കുള്ള ഒരു പാതാളമുണ്ട്. उसके बीच में एक पाताल അവിടെ സകല ദുഷ്ടന്മാരുടെ ആത്മാക്കളാണ് വസിക്കുന്നത്. वहां पर जितनी दुष्ट आत्मा उनकी आत्मा बसती है. ഒന്നാമത്തെ ദുഷ്ടനായിരിക്കുന്ന കായീന്റെ ആത്മാവ് തൊട്ട് पहला जो दुष्ट है उसका काइन की आत्मा ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുഷ്ടന്മാരുടെ ആത്മാക്കൾ ഈ പാതാളത്തിലേക്കാണ് പോകുന്നത്. अभी भी जो दुष्ट लोग मरते हैं उनकी सभी आत्माएं उसी पाताल में जाती हैं. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും മരണപ്പെട്ടാൽ അവന്റെ ആത്മാവ് ഈ പാതാളം അനുഭവിക്കുകയാണ്. जिन लोगों ने प्रभु यीशु मसीह को अपने उद्धारकर्ता के रूप में नहीं माना है उनकी सभी आत्माएं वहीं जाकर कई प्रकार दर्द सहती है. അന്ത്യന്യായവിധി വരെയും അവിടെ കിടന്ന് പാപികൾ ദുഷ്ടന്മാർ വേദന അനുഭവിക്കുകയാണ്. आखिरी न्याय के समय तक दुष्ट लोग वहीं रहकर दर्द महसूस करते हैं. അതിന്റെ അടിയിലാണ് അധമ്മ പാതാളം എന്ന് പറയുന്നത്. ഏറ്റവും അടിയിലത്തെ പാതാളം, सबसे नीचे का जो पाताल है അവിടെ പിശാചുക്കളെയാണ് ഇട്ടിരിക്കുന്നത്. वहाँ पर जितनी भी शैतान है उसको डाला हुआ है. യൂദയുടെ ലേഖനം പഠിക്കുമ്പോൾ, जब हम यूदा किताब पढ़ते हैं, 2 പത്രോസ് പഠിക്കുമ്പോൾ, दूसरा पत्रस पढ़ते हैं, ഉൽപ്പത്തി 6 പഠിക്കുമ്പോൾ, उत्पत्ति किताब 6वां अध्याय पढ़ते हैं, പത്രോസ് യൂദയും പറയുന്നുണ്ട്, पत्रस और यूदा कहता है പാപം ചെയ്ത ദൂതന്മാരെ, जिन दूत लोगों ने पाप किया है. യൂദയുടെ പുസ്തകം 6-ാമത്തെ വാക്യവും यूदा की किताब 6वां आयत, 2 പത്രോസ് 2-4 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, दूसरा अध्याय दूसरा आयत पढ़े तो പാപം ചെയ്ത ദൂതന്മാരെ जिन दूतों ने पाप किया है उसको അന്ധകാരത്തിന്റെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. अंधकार का जो जंजीर है उसको पकड़ कर बांधा गया. ഇവർ ചെയ്ത പാപം എന്താണ്? इन्होंने क्या पाप किया? അത് ഉൽപ്പത്തി 6-1 കാണുന്ന വിഷയമാണ് അവിടുത്തെ പാപം എന്ന് പറയുന്നത്. उत्पत्ति किताब 6वां आयत में लिखा है वहाँ के विषय के बारे में. അവരെ ദൈവം ആക്കിയിരുന്ന ഇടത്ത് നിന്ന് സ്ഥാനത്ത് നിന്ന് അവർ മനുഷ്യന്റെ വേഷത്തിൽ ഭൂമിയിലേക്ക് കടന്നു വന്ന് जहाँ पर प्रभु यीशु मसीह ने उन लोगों को खड़ा किया था वहाँ से हटकर उन्हें परमेश्वर वहाँ से തങ്ങൾക്ക് ബോധിച്ച മനുഷ്യപുത്രിമാരെ ഭാര്യമാരായിട്ടെടുത്ത് वहाँ पर उनको जो पसंद है उनको मनुष्य के पुत्रियों को अपनी पत्नी बनाकर, അതാണ് ഉൽപ്പത്തി 6-1 കാണുന്ന വിഷയം എന്ന് പറയുന്നത്. उसके बारे में उत्पत्ति की 6वीं किताब में लिखा हुआ है. അങ്ങനെ അവർ പാപം ചെയ്യുവാനിടയായി തീർന്നു. इस प्रकार उन्होंने पाप किया है. ഈ ദൂതന്മാരെ ദൈവം ഇപ്പോൾ അധമ പാതാളത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ऐसे दूत लोगों को प्रभु परमेश्वर ने सबसे नीचे पाताल में എല്ലാ പിശാചുക്കളെ ദൈവം ഇന്ന് അഴിച്ചു വിട്ടിട്ടില്ല. सभी जो शैतान है परमेश्वर उसको नहीं छोड़ा. ഘോര പിശാചുക്കളെ ഒക്കെ ദൈവം ബന്ധിച്ചിട്ടിരിക്കുകയാണ്. कई प्रकार के पिशाचों को परमेश्वर ने बांध कर रखा. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം പഠിക്കുമ്പോൾ, जब प्रकाशित वाक्य उसका 9वां आयत ഘോര പിശാചുക്കളൊക്കെ ദൈവം അഴിച്ചു വിടുന്ന ഒരു സമയമുണ്ട്. एक एक शैतान को छोड़ने का समय के बारे में लिखा അത് हुआ है. പീഡനകാലത്തിന്റെ അവസാന നിമിഷങ്ങളിലായിരിക്കും ഇതിനെ അഴിച്ചു വിടുന്നത്. एक पीड़न जो दर्द की अवस्था है उस समय प्रभु यीशु ഇത് मसीह को മനുഷ്യനെ छोड़ेगा. വേദനിപ്പിക്കുക
പീഡിപ്പിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഇതിനെ ദൈവം അഴിച്ചു വിടാൻ പോകുകയാണ്. मनुष्य के पुत्र लोगों को दर्द महसूस कराने के लिए शैतानों को प्रभु यीशु ഇവിടെ എഴുതിയിരിക്കുന്ന പാതാള ലോകത്തിലേക്ക് ചെന്ന് യേശു പ്രസംഗിച്ചെന്ന് എഴുതിയിരിക്കുന്നു. वहां पर लिखा है इस पाताल लोकों में जाकर प्रभु यीशु मसीह ने प्रचार किया. അവിടെ സുവിശേഷം പ്രസംഗിച്ചെന്നല്ല, वहां पर यह नहीं लिखा है कि वहां सुसमाचार प्रचार किया है. ആ ഗ്രീക്കിൽ അതിന് കൂടെ കെറുസോ എന്ന വേർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. जो ग्रीक लैंग्वेज वहां पर കെറുസോ केरसो नाम का एक वर्ड लिखा हुआ. അതിനെ വിളംബരം ചെയ്യുക, പ്രഖ്യാപിക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. उस वाक्य का अर्थ है कि व्याख्यान करना. യേശു എന്താണ് അവിടെ ചെന്ന് പ്രസംഗിച്ചത്? प्रभु यीशु मसीह ने वहां जाकर क्या प्रचार ആ किया? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്ത വരം അതോ ലോകങ്ങളിൽ യേശു അതെ മുഴക്കി കേൾപ്പിക്കുകയായിരുന്നു. वहां पर प्रभु यीशु मसीह ने बताया कि जो प्रभु यीशु मसीह के पुत्र है वो शैतान के सर कुचले. അതാണ് യേശു അതോ ലോകങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നത്. इसलिए प्रभु यीशु मसीह अधोलोक में गया ऐसा लिखा. അതാണ് യേശു അവിടെ ചെന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. उसी के बारे में प्रभु यीशु मसीह ने वहां जाकर प्रचार किया. പിശാചിന്റെ മേൽ ജയമെടുത്ത കാര്യമാണ് യേശു അധോലോകത്തിൽ പറഞ്ഞത്. इस शैतान के ऊपर जय प्राप्त करने के बारे में अधोलोक में प्रभु यीशु मसीह ने जाकर प्रचार किया. അധോലോകത്ത് നിന്ന് യേശു മുകളിലോട്ട് വരികയാണ്. उस अधोलोक से प्रभु यीशु मसीह जब ऊपर की ओर आ रहा है, ഇടയ്ക്കത്തെ പാതാളത്തിൽ ഒരു ആത്മാക്കളെയും യേശു തൊട്ടില്ല. उस जो बीच के पाताल के जो आत्मा थी उसको प्रभु यीशु मसीह ने नहीं छुआ. ഏറ്റവും മുകളിലുള്ള പാതാളത്തിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന जो सबसे ऊपर वाले पाताल में था वहाँ जो आराम कर रहे പഴയ നിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ കൊണ്ട് ഭൂമിയുടെ പുറത്തേക്ക് വരുവാനിടയായി തീർന്നു. वहाँ से जो पुराने नियम में लिखा वो संत लोगों को प्रभु यीशु मसीह ने लाकर भूमि पर യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം प्रभु यीशु मसीह में जी उठने के पश्चात അവരെ സ്വർഗീയ പരദീസയിൽ കൊണ്ട് പാർപ്പിക്കുവാനിടയായി തീർന്നു. उन्हें प्रभु यीशु मसीह ने स्वर्ग में ले जाकर बसा दिया. ഇന്ന് മരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്വർഗീയ പരദീസയിലേക്കാണ് പോകുന്നത്. अभी जो मरते हैं प्रभु यीशु मसीह में वो सब प्रभु यीशु मसीह के साथ स्वर्ग में जाते हैं. ഇന്ന് മരിക്കുന്ന ഒരു വിശുദ്ധന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോകുന്നില്ല. अभी जो परमेश्वर के नाम से मरते हैं वो पाताल में नहीं जाते. സകല വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇന്ന് സ്വർഗീയ പരദീസയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. सभी लोग प्रभु यीशु मसीह के उस स्वर्ग पर आराम कर रहे हैं. ആ മധ്യാകാശത്തിൽ നിന്നുകൊണ്ട് യേശുവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ जब उस आकाश के मध्य में प्रभु यीशु मसीह की तुरही फूकी जाएगी, അവിടെ നിന്നാണ് ആത്മാക്കൾ തങ്ങളുടേതായിരിക്കുന്ന ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. वहां से जो आत्मा परमेश्वर के साथ ऊपर गई वो अपनी अपनी देह में. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ जब मरे हुए विशुद्ध लोग जो जी उठेंगे, അവർ ജീവിക്കുന്നതെന്ന് പറയുന്നത് जीने का मतलब സ്വർഗീയ പരദീസയിൽ ആത്മാവ് ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്ന ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവർ ജീവനുള്ള ദേഹികളായി തീരുന്നത്. स्वर्ग की ओर से जो प्रभु यीशु मसीह ने देह तैयार किया है उस देह में आत्मा जब बसेगी तब प्रभु यीशु मसीह ने वो देह तैयार किया. പിന്നെയാണ് ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുന്നത്. फिर वो जीवन के साथ रहने लायक होते हैं. ഇന്നൊരു വിശുദ്ധൻ മരിച്ചാൽ അവന്റെ ആത്മാവ് സ്വർഗീയ പരദീസയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. आज यदि कोई विशुद्ध मनुष्य मरता है तो वो प्रभु यीशु मसीह के साथ स्वर्ग में वास करता है. അപ്പോൾ നമ്മുടെ യേശു സാത്താനെ ജയിച്ചവനാണ്. इसका मतलब हमारा प्रभु यीशु मसीह ने वो शैतान को പാതാളത്തെ ജയിച്ചവനാണ്. अधोलोक को हमारा परमेश्वर മരണത്തെ ജയിച്ചവനാണ്. मृत्यु को हमारा प्रभु यीशु मसीह जय. അന്ധകാരത്തിന്റെ മേൽ യേശു നമുക്ക് ജയം നൽകി തന്നിരിക്കുന്നവനാണ്. सभी अंधकार के ऊपर प्रभु यीशु मसीह ने हमें जय. പാതാള ലോകത്തിലേക്ക് ഇറങ്ങിയിട്ട് സാത്താന്റെ മേലുള്ളതായിരിക്കുന്ന ജയം അവൻ പ്രസംഗിച്ചവനാണ്. उस पाताल लोक में उतर कर शैतान के जय के बारे में प्रभु यीशु मसीह ने യേശു സകലത്തെയും ജയിച്ചവനായി ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്ന് വസിക്കുകയാണ്. सभी चीजों को जय प्राप्त कर प्रभु यीशु मसीह परमेश्वर के दाहिने ओर बैठकर हमारे लिए प्रार्थना कर रहा है. നമ്മളെ ചേർക്കുവാനായിട്ട് യേശു എത്രയും വേഗം മധ്യാകാശത്തിൽ കടന്നു വരാൻ പോകുകയാണ്. हमें भी परमेश्वर के साथ ऊपर ले आने के लिए प्रभु यीशु मसीह मध्याकाश. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവരെ ഒരു ജയ ജീവിതം ചെയ്യുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ. इसलिए प्रभु यीशु मसीह के आगमन तक जयवीर के रूप में हमें भी स्थिर रहने के लिए प्रभु यीशु मसीह हमारी सहायता करे. അത് ദൈവം യോഹന്നാനിൽ കൂടെ വെളിപ്പാട് കൊടുക്കുമ്പോൾ जब प्रभु यीशु मसीह यूहन्ना के द्वारा जब 7 സഭകളെ കുറിച്ചുള്ള ദൂത് കാണുവാൻ കഴിയും. वहाँ पर 7 सिंहों के बारे में അവിടെ बताते हैं. ജയിക്കുന്നവനാണ് ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. वहाँ पर लिखा है जो जय प्राप्त करता है उसे प्रभु यीशु मसीह का अनुग्रह मिलता അതുകൊണ്ട് ദൈവമക്കളെ ഒന്നിനാൾ നാം തോറ്റു പോകരുത്. है. इसलिए परमेश्वर के लोगों हम किसी भी चीज में ജയവീരനായിരിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. वो जयवीर प्रभु यीशु मसीह हमारे साथ. ഒന്നിനാലും നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. किसी भी चीज के लिए हम पराजित നമ്മളെ പരാജയപ്പെടുത്തുവാൻ ശത്രു അനുദിനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ हमें हराने के लिए जब शैतान कोशिश कर रहा है അവന്റെ തന്ത്രങ്ങളെ
മനസ്സിലാക്കി പിശാചിനോട് എതിർത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. उस शैतान के बातों को समझकर उस शैतान के सामने हम स्थिर खड़े रहने के लिए ജയവീരനായ യേശു നമ്മോട് കൂടെയുള്ളിടത്തോളം കാലം ഒരു പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. वो जयवीर प्रभु यीशु मसीह जब तक हमारे साथ हमें किसी भी चीज कोई भी पराजय हमारे सामने नहीं आ सकती. നമ്മുടെ ജീവിതത്തെ ഇന്ന് വൽക്കാലം ഒന്ന് ശോധന ചെയ്യാം. इन दिनों में अपने जीवन की जांच करें. അതേ, നാം പരാജയപ്പെട്ടവരായിട്ടാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കുന്നത്? क्या हम उस पराजय के साथ में परमेश्वर के सामने खड़े हैं? നിരാശപ്പെട്ടവരായിട്ടാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കുന്നത്? क्या हम निराशा के साथ हमारे जीवन को आगे बढ़ाते हैं? അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വൽക്കാലം മാറ്റമുണ്ടാകട്ടെ. नहीं है तो इस वचन को सुनने के द्वारा हम सबके जीवन में एक വിശ്വാസികളെ, ദൈവമക്കളെ, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. परमेश्वर के लोगों कभी भी डरने की आवश्यकता നിങ്ങൾ नहीं. പരാജയപ്പെടേണ്ട കാര്യമില്ല. हमें पराजित होने की आवश्यकता നിങ്ങളുടെ नहीं. ജീവിതത്തിലെ ഏത് വിഷയത്തിലും യേശുവിന് ഇറങ്ങി വരുവാൻ കഴിയും. तुम्हारे जीवन की जो भी आवश्यकता है उसके बीच में प्रभु यीशु मसीह ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. प्रभु यीशु मसीह के लिए असाध्य काम कुछ भी नहीं. ഏത് രോഗങ്ങളായാലും ദുഃഖങ്ങളായാലും कोई भी रोग हो, कोई भी दुख हो, മനുഷ്യനാൽ പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളാണെങ്കിലും जिसका हाल परमेश्वर എന്നെ के पास नहीं है, നിങ്ങളെ സഹായിപ്പാൻ യേശുവിന് കഴിയും. आपको और मेरी सहायता करने के लिए प्रभु यीशु നമ്മുടെ मसीह है. വേദനകളെ യേശുവിനോട് പറയാം. हमारे दर्द को प्रभु यीशु मसीह से നമ്മുടെ कहें, ആവശ്യങ്ങളെ യേശുവിനോട് പറയാം. हमारी आवश्यकता को प्रभु यीशु मसीह से कहे. നമ്മുടെ നാളുകളിലെ ജീവിതത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. हमारे आने वाले दिनों को हम प्रभु यीशु मसीह के हाथों में सौंपें. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല. धर्म के साथ चलने वाले लोगों के लिए कोई भी कमी की घटी प्रभु परमेश्वर नहीं देता है. യേശു നമ്മോട് കൂടെയുണ്ട്. प्रभु यीशु मसीह हमारे അവൻ साथ, നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. वो कभी भी हमारा हाथ नहीं ഈ छोड़ेगा. ലോക ജീവിതം കഴിയുവോളം जब ये दुनिया की बातें पूरी होगी, ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ ഓടി തീർക്കുന്ന അവസാന നിമിഷം വരെയും ദൈവം നമ്മോട് കൂടെയുണ്ട്. प्रभु परमेश्वर ने जो हमारे इस दुनिया में रहते जब तक जो दौड़ हमारे रखा है वो दौड़ को पूरा करते समय तक प्रभु हमारे നമ്മുടെ വഴിയിൽ പട്ടുപോകുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. प्रभु परमेश्वर हमें रास्ते में नहीं അതുകൊണ്ട് छोड़ेगा. ജയവീരനായ യേശുവിനോട് ചേർന്ന് നിൽക്കാം. इसलिए वो जयवीर प्रभु यीशु मसीह के साथ हमेशा നമ്മുടെ रहे. കർത്താവിനെ ഈ ദിവസങ്ങൾ അധികമായി നമുക്ക് ആരാധിക്കാം. अधिक से अधिक हम इन दिनों प्रभु यीशु मसीह അധികമായി की നമ്മുടെ आराधना करें. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. अधिक से अधिक हम प्रभु यीशु मसीह की आराधना करें. അത് ജയവീരൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. वो जयवीर हमेशा हमारे साथ. അതേ, ഒരു തീരുമാനമെടുക്കാം. आज हम एक നിർണയിലെ आज हम एक निर्णय लें ഞാൻ തോൽക്കത്തില്ല, कि मैं कभी हारूंगा नहीं. ഞാൻ തോൽക്കത്തില്ല. मैं कभी हारूंगा नहीं. ഒരു വിഷയത്തിന്റെ മുമ്പാകെ ഞാൻ തോൽക്കത്തില്ല. किसी भी विषय के सामने मैं नहीं ഞാൻ हारूंगा. ഒരു വിഷയങ്ങളെ ഞാൻ ഭയപ്പെടത്തില്ല. किसी भी विषय के लिए मैं डरूंगा എന്റെ नहीं. യേശു എന്നോട് കൂടെയുണ്ട്. मेरा प्रभु यीशु मसीह मेरे എന്റെ साथ. ജോലി കാര്യത്തിൽ യേശുവുണ്ട്. मेरे कार्य के बीच में प्रभु यीशु मसीह ആ है. എന്റെ കുഞ്ഞുങ്ങളോട് കൂടെ എന്റെ യേശുവുണ്ട്. मेरे बच्चों के साथ प्रभु यीशु मसीह है. എന്നെ സഹായിപ്പാൻ എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. मेरी सहायता करने के लिए मेरा यीशु मसीह है. ദൈവമക്കളെ, ഉറപ്പും ധൈര്യം എപ്പോഴും നമ്മുടെ അകത്തുണ്ടായിരിക്കട്ടെ. हमेशा एक स्थिरता हमारे साथ हो. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. हम अपने आप को प्रभु यीशु मसीह के हाथों में നമ്മെ सौंपें. തന്നെ സമർപ്പിക്കാം. हमें अपने आप को ആ सौंपें. ദൈവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इस वचन के द्वारा प्रभु यीशु मसीह हमें आशीष दे.